നമസ്കാരം. ശാന്തകുമാരി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ അമ്മ ഇപ്പോൾ 85-90 വയസ്സ് കാണും. ആ അമ്മ മരണപ്പെട്ടു എന്നാണ്, നമ്മളെയൊക്കെ വിട്ടുപോയി എന്നാണ് മോഹൻലാൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ ദേശാഭിമാനിയിൽ എഴുതിയ കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് വരെ വന്നൊരു വാർത്ത പ്രകാരം മോഹൻലാലിൻ്റെ അമ്മ അവരുടെ പിറന്നാൾ ആഘോഷിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അവർ കുറേ കാലം അമൃത ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ സമയത്താണ് മോഹൻലാൽ അമ്മയോടുള്ള സ്നേഹം വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ ചികിത്സ കൃത്യമായി നടത്താൻ വേണ്ടി അമൃത ഹോസ്പിറ്റൽ തൊട്ടടുത്ത എളമക്കര രാജീവ് നഗറിൽ മനോഹരമായൊരു വീടെടുത്തത്, സ്വന്തമായി വിലയ്ക്ക് വാങ്ങിയത്. അത്രമാത്രം അമ്മയെ സ്നേഹിച്ചിരുന്ന, അത്രമാത്രം അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച, അമ്മ എന്ന് പറഞ്ഞാൽ ജീവനായി കണ്ട മോഹൻലാൽ എന്നാണ് അമ്മയെ കൊന്നത്? മരിച്ചതായി നമുക്ക് യാതൊരു വിവരവുമില്ല. അപ്പം അവർ ജീവനോടെ ഇല്ല എന്ന് കൃത്യമായി മോഹൻലാൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദേശാഭിമാനി പത്രത്തിൽ. ഇന്നലെ ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മോഹൻലാലിൻ്റെ കുറിപ്പിൽ പറയുന്നു, കേൾക്കണ്ടേ? എൻ്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുള്ള ഭൂരിപക്ഷം മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എൻ്റെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു. ഒരു പക്ഷേ സിനിമയിൽ അവർ അമ്മവേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിട്ടാകും. അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നൂസിന് ഞാൻ. അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റും ഓടിക്കൂടി മോഹൻലാലിൻ്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ലു ഫലിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളത് മറക്കാനാവില്ല. എൻ്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പൊന്നമ്മ എൻ്റെ അമ്മ വേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇതാണ് വാസ്തവം. എൻ്റെ ആരാധകരും ഇത് ഏറെ ഇഷ്ടപ്പെട്ടതായാണ് മനസ്സിലാകുന്നത്. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഒന്നുകൂടി വായിക്കേ. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു. 20-ാം വയസ്സിൽ തന്നെക്കാൾ പ്രായമുള്ള സത്യൻ, പ്രേംനസീർ തുടങ്ങിയ നായക നടന്മാരുൾപ്പെടെ അമ്മയായി അഭിനയിച്ച് സിനിമയിലെത്തിയതായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മ വേഷങ്ങൾ ചെയ്താൽ കരിയർ നശിക്കുമെന്നുകയോ നായിക കഥാപാത്രങ്ങൾ കിട്ടാതെയാകുമോ, ഒരേ ടൈപ്പ് എന്ന മുദ്ര പതിയുമോ എന്ന് ഏറെക്കുറെ അന്നത്തെ നടിമാരെല്ലാം ആകുലപ്പെടുന്ന കാലത്താണ് ഒന്നും ചിന്തിക്കാതെ കിട്ടിയ അമ്മവേഷങ്ങളെല്ലാം മനോഹരമായി ചെയ്ത് അവർ മലയാളത്തിൻ്റെ അമ്മയായത്. അത്രയധികം സിനിമയെയും അഭിനയകലയെയും സ്നേഹിച്ച ഒരാളായിരുന്നു എൻ്റെ പൊന്നൂസ് എന്നാണ് മോഹൻലാൽ ദേശാഭിമാനി പത്രത്തിൽ 2024 സെപ്റ്റംബർ 21 4-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി എന്താവുകയാണ്. അതായത് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി എന്ന് പറഞ്ഞ് മരിച്ചുപോയി. പക്ഷേ ഈ അടുത്ത കാലത്ത് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷമാക്കി മോഹൻലാൽ. ആന്റണി പെരുമ്പാവൂർ, മേജർ രവി തുടങ്ങിയ സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളും സാന്നിധ്യത്തിൽ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷം നടന്നത്. ലളിതമായ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമധ്യത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രശസ്ത ഹിന്ദി റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗർ 3-ലെ വിജയായ കുഞ്ഞു ഗായകൻ ആവിർഭവ് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഗാനം ആലപിച്ചു. 1965 റിലീസ് ചെയ്ത റോസി എന്ന സിനിമയിൽ പി ഭാസ്കരൻ രചിച്ച് യേശുദാസ് ആലപിച്ച അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനമാണ് ആലപിച്ചത്. ഈ 1965 റിലീസ് ചെയ്ത റോസി എന്ന പടത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ പടത്തിലാണ് അതായത് മണിസ്വാമി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ നമ്മുടെ കവിയൂർ പൊന്നമ്മയെ വെച്ച് നായികയാക്കിക്കൊണ്ട് പടമെടുത്തത്. അങ്ങനെയാണ് മണിസ്വാമി അവരെ കല്യാണം കഴിക്കുന്നു. പിന്നീട് കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും എല്ലാം ഉണ്ടായത് എന്നവർ പറയുന്നത്. ദ കോംബീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ ഫാൻ പേജായ ദ കോംബീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആവിർഭവിൻ്റെ പാട്ടും പിറന്നാൾ ദിനത്തിലെ ചിത്രങ്ങളും പുറത്തു വന്നത്. കഴിഞ്ഞ കുറച്ചു നാളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് മോഹൻലാലിൻ്റെ അമ്മ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനം മോഹൻലാൽ അമ്മയ്ക്കൊപ്പം എളമക്കരയിലെ വീട്ടിലുണ്ടാകും. ഭാര്യ സുചിത്രയും മകനും നടനുമായ പ്രണവും മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നതിൻ്റെ ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇത് പ്രസിദ്ധീകരിച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇതിനിടയിൽ എവിടെയാണ് മോഹൻലാൽ അമ്മയെ
മരണപ്പെട്ടത്, നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ അമ്മയെ കൊന്നതായിരിക്കും. അപ്പോൾ എപ്പോൾ എവിടെ വെച്ച് കൊന്നോ എന്ന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? മോഹൻലാലിനുണ്ട്. അല്ല എങ്കിൽ ദേശാഭിമാനി പറയണം, ഇത് കള്ള വാർത്തയാണ്, ഇത് മോഹൻലാൽ എഴുതിയതല്ല, മോഹൻലാലിന് വേണ്ടിയിട്ട് വേറെ ആരോ എഴുതിയതാണ്. അങ്ങനെ കുബുദ്ധിയുള്ള ആരാണ്? അങ്ങനെ കുബുദ്ധിയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളൂ ദേശാഭിമാനിയിൽ. അല്ലെങ്കിലും ദേശാഭിമാനി പണ്ടേ മുതൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒന്നാം നമ്പറാണ്. എന്നെ പറ്റിയിട്ട് വീരേന്ദ്രകുമാറിനെ കുറിച്ചും ലാവ്ലിൻ കേസുമായി ഞാൻ ബന്ധപ്പെട്ട് എത്ര വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നെ അശ്ലീല പത്രപ്രവർത്തകനായി, തട്ടിപ്പ് വീരനായി, ബ്ലാക്ക് മെയിലറായി ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തപ്പം പക്ഷേ ദക്ഷിണാമൂർത്തി മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുമായിരുന്നു. മാത്രമല്ല ഞാൻ സിവിൽ കേസ് കൊടുത്തത് 5 കോടി രൂപയ്ക്കാണ് സിവിൽ കേസ് കൊടുത്തത്. ആ സിവിൽ കേസിൽ പണം അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ ഫീസ് അടയ്ക്കാനില്ലാത്തതുകൊണ്ട് IOP ഫയൽ ചെയ്തിട്ടുള്ളത്. അത് താഴെ കോടതി തള്ളിയിട്ട് ഹൈക്കോടതിയിലുണ്ട് ആ കേസ്. അത് വരട്ടെ. അതിൽ പ്രകാശ് കാരാട്ട് പ്രതിയാണ്, പിണറായി വിജയൻ പ്രതിയാണ്. എന്നെ വൈരാഗ്യ ബുദ്ധ്യത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ ചാരക്കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാരക്കേസ് ഒരു പോലീസ് ഓഫീസറുമായി ചേർന്നുകൊണ്ട് ആദ്യമായി ദേശാഭിമാനിയാണ് അങ്ങനത്തെ ഒരു വാർത്ത കൊണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞത്. എന്നാൽ ചാരക്കേസ് തട്ടിപ്പായിരുന്നുവെന്നും ഫാബ്രിക്കേറ്റഡ് ആണെന്നും പിന്നീട് തെളിയുകയുണ്ടായി. അങ്ങനെയുള്ള സംഭവത്തെ കുറിച്ച് നമുക്കറിയാം. സരിത കേസ്, സരിത ഉമ്മൻചാണ്ടിയുമായുള്ള കഥയുണ്ടാക്കിയിട്ടുള്ളത് ആരാ? ദേശാഭിമാനിയാണ്. ദേശാഭിമാനി എത്ര ദിവസങ്ങളാണ് സരിതയും ഉമ്മൻചാണ്ടിയും മറ്റു നേതാക്കന്മാരുമായിട്ടുള്ള രതി വർണ്ണനകൾ ഉണ്ടായിട്ടുള്ളത്. എന്തിന്? ചാരക്കേസിൽ മറിയം റഷീദയുടെ ഗുഹ്യഭാഗങ്ങളെ അടക്കം വർണ്ണിച്ചെഴുതിയിട്ടുള്ള ഒരു പത്രമാണ് ദേശാഭിമാനി. അങ്ങനെ പച്ച കള്ളം എഴുതുന്ന ദേശാഭിമാനിയിൽ മോഹൻലാൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ വില പോയി. 2, മോഹൻലാൽ എഴുതിയതാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് കൊന്നത്, എന്ന് മരണപ്പെടുക സാധാരണ മരണമാണ്, ലോകം അറിയും. കൊന്നതാണ് എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ മോഹൻലാൽ എവിടെ വെച്ച് എന്ന് കൊലപ്പെടുത്തി എന്ന് കൂടി കൃത്യമായി പറയണം. അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണെങ്കിൽ പത്രദൃശ്യമാധ്യമങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ ഈ വാർത്ത പൂഴ്ത്തി വയ്ക്കുന്നതിന് പകരം ജീവനോട് ഇത് മോഹൻലാൽ അല്ല എഴുതിയെങ്കിൽ മോഹൻലാൽ സത്യം ലോകത്തോട് വിളിച്ച് പറയണം, ഇത് ഞാൻ എഴുതിയതല്ല, ദേശാഭിമാനിയിൽ ആരോ എൻ്റെ പേരിൽ എഴുതിയതാണ്, ഇത് കള്ളമാണ്, എൻ്റെ അമ്മയെ ദേശാഭിമാനിയാണ് കൊന്നത്, ഞാനല്ല എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ നടൻ ആരാണെന്ന് വെച്ചാൽ മമ്മൂട്ടിയെ പോലെ തന്നെ അതിൽക്കാട് ഒരു പടി നിൽക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഞാൻ തന്നെ സ്തംഭിച്ചു പോയിട്ടുണ്ട്. പല രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ അഭിനയ മികവ്, ഞങ്ങളുടെ പ്രസിദ്ധീകരണമായ സിനിമാറ്റുടെ ആദ്യം ഉദ്ഘാടനം ചെയ്തതും പ്രകാശനം നടത്തിയതും മോഹൻലാലായിരുന്നു, കോഴിക്കോട് വെച്ച്, മഹാറാണിയിൽ വെച്ച്. അന്നു മുതൽ നല്ലൊരു ബന്ധമുണ്ട്, പിന്നീട് ഞാൻ ബന്ധപ്പെടാറില്ല. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിൽ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം ഞാൻ എളമക്കരയാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എളമക്കര താമസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ അവിടെയാണ് താമസിക്കുന്നത്. മോഹൻലാലിൻ്റെ അമ്മ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അറിയും. പ്രിയ പ്രേക്ഷകരെല്ലാവരും ഇത് ഞെട്ടിയിരിക്കുകയാണ്, മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു എന്നുള്ളത്. കവിയൂർപ്പെന്നെ മരിച്ചപ്പോൾ അറിയാതെ വ്യഗ്രതയിൽ ഇങ്ങനെ എഴുതിപ്പോയതാണോ? അതല്ല, എന്താണ് പറ്റിയത്? മോഹൻലാൽ കൊന്നതാണോ? അമ്മ മരണപ്പെട്ടതാണോ? ആരും അറിയാതെ അടക്കം ചെയ്തതാണോ? അല്ല ഇനി ഇപ്പോഴും ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ കിടക്കുകയാണോ? അതല്ല ദേശാഭിമാനി മനഃപൂർവ്വം മോഹൻലാലിൻ്റെ പേരിൽ മോഹൻലാലിനെ അപമാനിക്കാനായി, അപകീർത്തിപ്പെടുത്താനായി. മോഹൻലാലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? മോഹൻലാലിൻ്റെ അമ്മയാണ്. അവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അത് സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണോ? ഉത്തരം പറയണം. കാരണം സ്വരാജിനെ പോലെയുള്ള കള്ളത്തരം മാത്രം പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ അല്ല, റെസിഡൻറ്റ് എഡിറ്ററുള്ള സമയത്ത്, പിന്നെ അതിൻ്റെ വേറൊരു എഡിറ്ററുണ്ട് ദിനേശ് പുത്തലത്ത്. അദ്ദേഹം കള്ളത്തരം മാത്രം ചെയ്യുന്ന ഒരാളാണ്. മുമ്പ് സ്വപ്ന സുരേഷിന് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തയച്ച് പോലീസ് ഓഫീസർമാർ വഴി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയുള്ള ഒരാളാണ്. അതിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി കസ്റ്റംസും, സ്വർണ്ണക്കള്ളക്കടത്തിൽ കൊടുക്കാൻ വേണ്ടി കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന് അവരെ കൊണ്ട് കസ്റ്റഡിയിലുള്ള സമയത്ത് 2 പോലീസുകാരികളെ കൊണ്ട് ഫോണിലൂടെ പറയിപ്പിച്ച് അത് റെക്കോർഡാക്കി 2021 ഇലക്ഷനിൽ പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിലെ ബ്രെയിൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് ദേശാഭിമാനിൻ്റെ എഡിറ്റർ. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ദേശാഭിമാനി എന്നെ പറ്റിയൊന്നും എഴുതാറില്ല. കാരണം ഞാൻ നിർബന്ധമായി കേസ് ഫയൽ ചെയ്യുന്ന അവർക്കറിയാം.
അവസാനം ദക്ഷിണാമൂർത്തിക്കെതിരെയുള്ള കേസ്, ദക്ഷിണാമൂർത്തി മരിച്ചതുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഇല്ലാതായത്. അല്ലെങ്കിൽ അണ്ണ ഞാൻ കോടതിയിൽ വരപ്പിക്കുമായിരുന്നു നമ്മുടെ ദക്ഷിണാമൂർത്തിയെ. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മോഹൻലാലിൻ്റെ അമ്മ മരിച്ച കാര്യമാണ്. അത് സത്യമാണോ മിഥ്യയാണോ, അല്ലെങ്കിൽ കള്ളം എഴുതിയതാണോ, അല്ലെങ്കിൽ മോഹൻലാൽ കൊന്നതാണോ, എല്ലാത്തിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ദേശാഭിമാനി വിളിച്ചു പറയണം, ദേശ അപമാനി, കാരണം ദേശത്തിന് അപമാനമായ ദേശാഭിമാനി വിളിച്ചു പറയണം, ഇത് കള്ളമാണ്, ഇത് തെമ്മാടിത്തരമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ലോകമേ മാപ്പ് മാപ്പ് എന്ന് പറയണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മോഹൻലാൽ പറയട്ടെ, സ്വന്തം അമ്മയെ കൊന്നതാണോ അതല്ല മരണപ്പെട്ടതാണോ, എന്താണെങ്കിലും മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് അമ്മയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അമൃത ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി എളമക്കരയിൽ ഒരു വീട് കണ്ടെത്തിയെന്നുള്ള കാര്യം നമുക്കറിയാം. നന്ദി, നമസ്കാരം.